ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്കക്കുരുവും അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ചക്കക്കുരുവൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിട്ടുന്ന സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 20 ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ വേവിക്കാൻ വേണ്ടിയിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ വേവുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ തൊലി കളയണ്ട കേട്ടോ. വെന്ത് കഴിഞ്ഞിട്ട് തൊലി കളയാം. ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ അതാ ചക്കക്കുരു വെന്ത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി കളയാം. തൊലി കളയുമ്പോൾ നമ്മൾ ആ ഒരു വൈറ്റ് ഭാഗം മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. ആ ഒരു ബ്രൗൺ കളറിലുള്ള തൊലി അത്രയ്ക്ക് തന്നെ കളയണമെന്നില്ല. ആ ഒരു വൈറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ പോലുള്ള ആ ഒരു തൊലി മാത്രം കളഞ്ഞാൽ മതി. അങ്ങനെ ഇതാ തൊലി കളഞ്ഞെടുത്തിട്ടുള്ള ചക്കക്കുരു നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരുവിനെ ഒന്ന് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വണ്ണമുള്ള ചക്കക്കുരു ആണെന്നുണ്ടെങ്കിൽ ഒന്ന് 2ആയിട്ട് മുറിച്ചെടുക്കുക, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുത്തിട്ടില്ല, ചെറുതായിട്ടൊരു തരിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതാ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു പൊടിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി നമ്മുടെ പുട്ടുപൊടിയാണ് കേട്ടോ. അതായത് നമ്മൾ അരി കുതിർത്തിട്ട് പുട്ടിന് പൊടിച്ചെടുക്കൂലേ, അതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ചെറിയ തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത്, അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് പൊടിയല്ല കേട്ടോ. വീട്ടിൽ നിന്ന് പൊടിച്ചതോ അല്ലെങ്കിൽ നമ്മൾ കഴുകിയിട്ട് മില്ലിൽ കൊടുത്തയച്ചിട്ട് അങ്ങനെ പൊടിപ്പിക്കുമല്ലോ, അങ്ങനെ പൊടിച്ചെടുത്തിട്ട് വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ ഇത്. 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് കരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എള്ള് വേണമെന്നുണ്ടെങ്കിൽ എള്ളും 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എള്ള് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാതും നന്നായിട്ട് പൊടിയും ചക്കക്കുരുവും തേങ്ങയും അതുപോലെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് അതിലൊന്ന് എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് അടുപ്പത്ത് വെച്ച് വറുത്തെടുക്കണം. അത്യാവശ്യം ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം കേട്ടോ നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഉരുളി ഉണ്ടെങ്കിൽ ഉരുളി ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള നോൺ സ്റ്റിക്കിൻ്റെ കട്ടിയുള്ള കടായൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ കരിഞ്ഞു പോകുന്നില്ല. കുറച്ച് സമയം വെച്ചിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ അത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. തീ വല്ലാതെ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. പിന്നെ വറുത്തെടുക്കുന്ന സമയം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ വളരെ കുറഞ്ഞ അളവേ ഉള്ളൂ. അപ്പോൾ അതാ ഈ ഒരു സ്റ്റേജിലായി കിട്ടണം കേട്ടോ. ഇതുപോലെ നല്ലൊരു കളർ നല്ലതായിട്ട് പൊടി മൂത്ത് വന്നാൽ മാത്രമേ നമുക്കത് കേട് വരാതെ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കൂടുതലായിട്ട് എടുത്ത് വെക്കാനൊന്നുമില്ല, വളരെ കുറച്ച് അളവിലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ അളവിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഒരു ചെറിയൊരു ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇത്രയും മതി. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ ഇത് വെക്കണ്ട, പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ അത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു അടിപൊളി അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇത് ചൂടാറിയതിന് ശേഷം ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണ്ടവർക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ കേട് വരാതെ തന്നെ ഇരിക്കും കേട്ടോ. നന്നായിട്ട് വറവായത് മാത്രമാണെങ്കിലുള്ളൂ കേട് വരാതെ ഇരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്